عليكم ورحمة الله وبركاته. ما شاء الله لا قوة إلا بالله. ما شاء الله لا قوة إلا بالله. ما شاء الله മതി മോനെ. കുറേ ആയില്ലേ, കുറേ ഇതൊന്നും ഒരു ഫായിദല്ല. ദുനിയാവിനും പാടുണ്ടാവില്ല, ആഖിറത്തുണ്ടാവില്ല. പിന്നെ വല്ല നമ്മൾ ശീലന്മാരിലൊക്കെയാണ് നാട്ടിൽ പകർത്തി എത്തിക്കേണ്ട ആവശ്യത്തിനാട്ടാക്കുന്നത്. മതി വെറുതെ അടിച്ചടിച്ചടിച്ച് ദുനിയാവിനും പാടില്ല, ആഖിറത്തിനും പാടില്ല. എന്തായാലും പാടില്ല. മുൻകാമികളാണ് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പം അടുത്തയാൾക്കുണ്ട് കഴിഞ്ഞ് സ്വപ്നം ഒരു നീണ്ട കാലം ഇതില്ല. ഏതാണ്ട് ഒരു 50 കൊല്ലത്തിന് അപ്പം പരിശോധിച്ചാൽ ഇപ്പോൾ കുറച്ച് കാലത്തിങ്ങനെ തോന്നാം. ഇപ്പം വലിയ ഫായ കാണുന്നില്ല. സോമാറുണ്ട് അള്ളാ ഈ സാധുണ്ട്. ഇന്ന് തങ്ങന്മാർ മജ്‌ലിസാണ്. ആകെ നമ്മളുടെ ആവശ്യം അള്ളാൻ്റെ ഹബീബ് ചോദിച്ചത് അഹ്ലി വീട്ടിലുള്ള മഹബത്ത് നമ്മൾ ചോദിച്ചിട്ടോ. ഇത് മാത്രം ചോദിച്ചത് വേറൊന്നുമില്ല. അഹ്ലി വീട്ടാണ് മഹബത്ത്. അതിന് 30 വർഷത്തെ നോഹയിലെ കപ്പലിൽ കയറിയവരാണ്. അഹ്ലി വീട്ടിലുള്ള മഹബത്തുള്ളതാണ്. അഹ്ലി വീട്ടിനെ സ്നേഹിക്കുന്ന ആളാണ്. നോഹയുടെ കാറ്റ് വെള്ളപ്പം കണ്ടായി. അതിന് കപ്പ് കയറിയ രക്ഷപ്പെട്ട് ബാക്കിയൊക്കെ മുങ്ങി നയിച്ച. അങ്ങനത്തെ ആ കപ്പലിൽ കാര്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ അഹ്ലിയുടെ മഹബത്ത് അതോടെ ഉപയോഗിച്ചില്ല. അള്ളാഹുത്താല മഹബത്തിന് അന്ന് നമ്മൾ നാട്ടിൽ നിലനിർത്തിയിട്ട് അതിന് കേട് എന്ന വാക്കോ കൃത്യോ വൈകുന്നേരം സൂക്ഷിക്കണം. നമ്മൾ പല രാഷ്ട്രങ്ങളും അതിന് അബദ്ധം വന്നിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പഴയ ചരിത്രമൊക്കെ വായിച്ചൊക്കെയാണ് അതിന് ചില നാടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ നാട് അൽഹംദുലില്ലാ നമ്മൾ നാട് അഹിദുൽനാക്കുന്ന മഹബത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നിലനിർത്തിയിട്ട് അത് നിലനിൽക്കുന്നിടത്തോളം നമുക്ക് കേരളത്തെ മതമാണ് പ്രത്യക്ഷണം ഉണ്ടാവില്ല. അതെല്ലാം നിലനിർത്തിയിട്ട് നമ്മൾ പ്രത്യേകത്താണ്ട പരിപാടിയാണ്. പാടാൻ സഹായിച്ചിട്ടുണ്ട്. അത് കബൂലിച്ചിട്ട് എൻ്റെ വാക്കുകൊണ്ടും പേടിച്ചുകൊണ്ടും എല്ലാം സഹായിച്ചേക്കണം. അപ്പോൾ എല്ലാം കബൂലിച്ചിട്ട് ഈ പ്രത്യേക സഹായിച്ചയക്കുന്ന ആൾ ലക്ഷം തന്ന് സഹായിച്ചിട്ടുണ്ട്. വഴിക്കാര്യങ്ങൾ പേട്ടൊന്നുണ്ടായില്ല. വേറൊന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. സഹായിച്ചയക്കുന്ന ആളുണ്ട്. അപ്പം അങ്ങനെ അയക്കുന്ന ആൾ അവരുടെ ഉദ്ദേശം അന്ന് നടുവേറ്റി കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവരും ആപത്തിനും മുസ്ലിത്തിനും നമ്മളെ നാടിനെയും രാഷ്ട്രത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം ഒന്ന് കാട്ടിടുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞ് നിക്കാറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അത് പോയി കഴിഞ്ഞാൽ ഒക്കെ പോയി. നമ്മൾ നിക്കാറ്റിൻ്റെ കാര്യം ശ്രദ്ധയുണ്ടോ? അൽഹംദുലില്ലാ. നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധയില്ലെങ്കിൽ മഹാനായ റസൂലുള്ളാഹി നമ്മോട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അഭിപ്രായം ഈ സമുദായത്തോട് അവസാനം പറഞ്ഞേക്കണം. ഉപദേശമാണ് നിസ്കാരത്തിൻ്റെ കാര്യം. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധയിലുണ്ടാകും. പ്രത്യേകിച്ച് ജമാഅത്തിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പരിപാടിയൊക്കെ ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരുപാട് സംഘടിപ്പിക്കണം. മാറ്റി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അവളെ കാട്ടി എല്ലാവർക്കും ജമാഅത്തും പരിപാടി കിട്ടണം. ഈ കാര്യം നമ്മൾ പ്രവർത്തനമായി ശ്രദ്ധിക്കണമെന്ന് പറയാം. ഇക്കാലത്തെ കാര്യം ജമാഅത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി പോകുന്ന സമയം പോയി എങ്ങനെയും പിന്നെ ഇശാക്ക് 10 മണി 11 12 കാണിക്കും പള്ളിയിലിട്ടാം. അപ്പോൾ ഒറ്റക്കൊറ്റ കണി നിൽക്കണം. അപ്പോൾ സഹായിക്കുന്നിടക്കണം. എല്ലാവരും നിൽക്കാൻ ജമാഅത്തായിട്ട് നിൽക്കരുത്. അത് നിലനിർത്തുമ്പോൾ ജമാഅത്തായിട്ട് തന്നെ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിൽക്കാറുണ്ടാവണം. ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ശരിയാണ്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം വേണ്ടി പറയണം. ഇക്കാലത്തെ സമയം പരിശ്രമിക്കാത്ത എങ്ങനെ സൗകര്യം പോലെ എല്ലാവരും സമയത്ത് എത്തിക്കാൻ എല്ലാം നോക്കണം. ശ്രദ്ധിക്കുന്നവരിൽ അള്ളാഹു ആക്കണം. വീട്ടുകാരെ കുട്ടികളെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. അള്ളാഹു സഹായിച്ചാൽ എല്ലാം അള്ളാഹു സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പരിപാടി ഇനിയും ബാക്കി പരിപാടിയുണ്ട്. ഞാൻ ശ്രദ്ധയുണ്ട്. ആ സ്ഥാപനം ഒരു ഉയർന്ന ദീനീയ ഗൗരവമുണ്ട്. ഒരു വലിയ കേന്ദ്രമായി ആവണം.
ഒരുപാട് സാഹചര്യങ്ങൾ ദുരന്തം കയറി അറിഞ്ഞ് ഒരുപാട് നമ്മൾ വിദ്യാർത്ഥികൾ വലിയ കോളേജ് വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് ഉയർന്ന് പോകേണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തസവ്വുഫിനെ പറ്റിയാണ് ഇവരൊക്കെ പണി ചെയ്തത്. അതപ്പാണ് അതുമല്ലാണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ എനിക്ക് തഫ്സീറുണ്ട്. ഫഖീഹും വാജിബും അദബും വേണം, ഫിഖ്ഹും വേണം. അങ്ങനെ നമ്മൾ കോളേജിലെ കുട്ടികളെ സംഘടിപ്പിച്ച് സംഘടന പ്രവർത്തിച്ച് നമ്മൾ സ്ഥാപനം ഏറ്റവും ഒരു ഉയർന്ന നിലയിൽ ആയിട്ടാണ് ബഹുമാനപ്പെട്ട മകളെ ശിഹാബിനങ്ങൾ മകനാണ് ഇതിൻ്റെ നേതൃത്വം പരിപാലിക്കുന്നത്. അല്ലാഹ് ബഹുമാനപ്പെട്ട മഹാനഗര യാത്രയായി വെക്കട്ടെ. ഏറ്റവും സ്നേഹിക്കുന്ന ഒന്നാണ് മഹാശിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അതിനപ്പുറത്ത് വേണം പൂക്കാട്ടം പാപ്പ നമ്മൾ കാര്യമായിട്ട് സ്കൂൾ പഠിപ്പിക്കണം, കുറച്ചൊക്കെ സ്കൂൾ നടത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ബക്കറ്റിന് അവർ ഞങ്ങൾക്ക് കിതാബ് ഓടി തന്നിട്ടുണ്ട്. ആദ്യമായി അബൂബക്കർ മാനവന് മുമ്പ് അവരുടെ കോളേജ് ഉദ്ഘാടനം. ആ ഉദ്ഘാടന പാക്കാൻ പൂക്കാട്ടം പറയുന്ന ഉദ്ഘാടനം അങ്ങനെ കിട്ടാതെ ഓരോ വിദ്യ അത് ഞങ്ങൾക്ക് ഓടി തുടങ്ങിത്തന്ന ബക്കറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ ശരിക്കാണ് മലേഷ്യാവും ഞാനും കൂടെ ഹല്ലിയിൽ മൊഴിയുമൊഴിയില്ല ശരിക്കുമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കുടുംബമായിട്ട് അന്ന് ഇനിയും വളരെ ബന്ധം അള്ളാഹു തന്നിട്ടുണ്ട്. നിലനിർത്തി തരട്ടെ. പറയാനുള്ളത് പണ്ടെല്ലാം നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ പരിപാലിക്കുന്നതെല്ലാം സഹായിക്കണമെന്ന് വേണം പ്രവർത്തനം. പിന്നെ അവർ പോയിരിക്കണം. എനിക്ക് കൂടുതൽ സംസാരിക്കാനോ പരിപാടിയോ ഞാനാകെ 3-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് അഡ്രസ്സ് ചെയ്താൽ എനിക്കറിയില്ല. അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം പറഞ്ഞാൽ ഇന്ത്യൻ്റെ സ്റ്റാമ്പ് നോക്കിയിട്ട് ആ ഇന്ത്യ അത് അഡ്രസ്സ് ചെയ്യും. പിന്നെ മലയാളത്തിനാണ് ഇങ്ങനെ നമ്മളാണില്ല. പഠിക്കണ്ട ഞാൻ പഠിക്കാൻ ഇന്നത്തെ മാതിരിയല്ല. അന്ന് പഠിക്കാൻ സൗകര്യമില്ല, ഭക്ഷണം ഉണ്ടായില്ല. ആ ഒരു ചാക്കറിൻ്റെ വാപ്പ വാങ്ങിത്തത് അത് ഇട്ടുകൊണ്ടാണ് പറഞ്ഞത്. ഷഡില്ല, തുണിയില്ല, വേറെന്താ ഒരു പഴയ ചാക്കുകളുണ്ട് തുണിക്ക്. അതൊരു ആടാనికి വാപ്പ വാങ്ങിത്തത്. അതിന് മാത്രം കിടക്കണം, നിൽക്കണം, കുളിക്കണം എല്ലാം. ഇങ്ങനത്തെ ദാരിദ്ര്യ ജീവിതം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ്. ഇനിയിപ്പം നോക്കുക അൽഹംദുലില്ലാഹ് വലിയ നിഅമത്തിലാണ്. അള്ളാഹു ശുക്രുണ്ടാവും. ഷാക്കിയിൽ അള്ളാഹു ആക്കിയത് യോമാവിടെ പാടും സവറുണ്ട്. അത് സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പറ്റിയ അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മളിൽ ഉണ്ടാവണം. അത് നമ്മളിപ്പോൾ ഉണ്ടോ ഒന്ന് നോക്കിയാൽ പരിശോധിച്ചേക്കാം. നമ്മൾ ഈ മജ്‌ലിസിൽ അള്ളാഹിൻ്റെ ദിക്ർ ഏതെങ്കിലും നമ്മൾ ഖൽബിലോ ഈ നാവിലോ എവിടെയും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അതിനെ പറ്റി നമ്മൾ സമയം എപ്പോഴും സഹായിക്കുന്ന ഖൽബിലോ നാവിലോ ഇല്ല അള്ളാഹിൻ്റെ ദിക്റാണ്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അള്ളാഹ് ഹൈറാക്കി തരാം. അള്ളാഹ് ഇത്രയും സമയം വൈകാനറിയില്ല. അള്ളാഹ് ഹൈറാക്കി തരാം. ദുആക്കണം പ്രത്യേകം വയസ്സ് പഠിക്കണം. 81 വയസ്സായി. അപ്പം ഇങ്ങനെല്ലാം ദുആക്കണം പ്രത്യേകം പറയും. അള്ളാഹ് പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാർക്കണ അല്ലെങ്കിൽ സുന്നി സെൻ്ററിൻ്റെ എല്ലാം സ്ഥാപനത്തിൻ്റെ ഭാര്യമാരുടെ പ്രവർത്തിച്ച പ്രവർത്തനമാർക്ക് രോഗിയാണ്. വളരെ രോഗത്തിലാണ്. ശൈവമായി എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ MICൻ്റെ കാര്യങ്ങൾ ഈ എല്ലാം ഉണ്ടാക്കണം. എല്ലാം നമ്മൾ സുന്നി സെൻ്റർ എല്ലാ പ്രവർത്തനം ഏറ്റവും നാട്ടം പഠിച്ചുകൊണ്ടാണ് ശൈവമായി. അത് തന്നെ നമ്മൾ അഴിക്കുന്നില്ല അത് നമ്മൾ ഇക്കുമ്പോഴാണ് പുസ്തകം നമ്മൾ കുഞ്ഞാമിസ് ഒക്കെ രോഗിയാണ്. അന്ന് ശിപ്പമൊക്കെ അതിനൊക്കെ ഓക്കേണ്ട കുറേ പ്രവർത്തനമാണ്. ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഓടി നടന്ന് പ്രവർത്തിച്ചത്. ഇന്നിപ്പോൾ അമ്മ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗികളായിരിക്കണം. അന്ന് അവർ രോഗം അത് പ്രവർത്തിക്കണം. എല്ലാം അമ്മ കബൂലിക്കട്ടെ. ഞാൻ നിർത്തിയാണ്. എല്ലാം ദുആ പറയാൻ. അസ്സലാമു അലൈക്കും.